Hi guys, our next question എന്ന് പറയുന്നത് find minimum in rotated sorted array. Problem statement വായിക്കാം. Suppose an array of length n sorted in ascending order is rotated between 1 and n times. For example, the array 0, 1, 2, 4, 5, 6, 7 might become 4, 5, 6, 7, 0, 1, 2 if it was rotated 4 times. And it will be 0, 1, 2, 4, 5, 6, 7 if it was rotated 7 times. Okay. അപ്പോൾ notice that the rotating array a0, a1, a2 to an-1 one time results in an-1, a0, a1. Okay. Given the sorted array nums of unique elements, return the minimum element of this array. You must write the algorithm in big of log n type. Okay. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അറേ തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ 3, 4, 5, 1, 2. അപ്പോൾ ഇതെന്താണ്? ശരിക്കും ഇത് ഒറിജിനൽ അറേ എന്ന് പറയുന്നത് 1, 2, 3, 4, 5 ആണ്. ഇതിനെ 3 ടൈംസ് റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ 3, 4, 5 ഫ്രണ്ടിൽ വന്നിട്ട് 1, 2 ബാക്കിൽ വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു റൊട്ടേറ്റഡ് ആയിട്ടുള്ള ഒരു സോർട്ടഡ് അറേയിലെ ഏറ്റവും മിനിമം വാല്യൂ ആണ് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത്. ആൻഡ് ദാറ്റ് ടു ഇൻ ബിഗ് ഓഫ് ലോഗ് ടൈം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രീവിയസ്ലി കണ്ടത് സെർച്ച് ഇൻ എ റൊട്ടേറ്റഡ് സോർട്ടഡ് അറേ ആണ്. അപ്പോൾ അവിടെ നമ്മൾ കണ്ടപ്പോൾ നമ്മൾ ബൈനറി സെർച്ച് ആണ് അപ്ലൈ ചെയ്തത്. ഒരു സോർട്ടഡ് അറേയിൽ നമുക്ക് ബൈനറി സെർച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. റൊട്ടേറ്റഡ് സോർട്ടഡ് അറേ ആകുമ്പോൾ നമ്മൾ ആ സോർട്ടഡ് ഹാഫ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഐഡിയ ആൻഡ് ലോജിക് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ട പോലെ തന്നെ നമ്മൾ റൊട്ടേറ്റഡ് ഹാഫ് കണ്ടുപിടിക്കുന്നു, എന്നിട്ട് അതിൽ നമ്മൾ ലോജിക് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം കോഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്നിട്ട് ഡ്രൈ റൺ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. ഇനിഷ്യലി നമുക്ക് കോഡ് എഴുതാം. അപ്പോൾ കോഡ് എന്താണ്? നമുക്ക് ബൈനറി സെർച്ചിന്റെ പോലെ തന്നെ ആദ്യം ലോയും ഹൈയും നമുക്ക് ഡിഫൈൻ ചെയ്യാം. ലോ ഈസ് ഈക്വൽ ടു 0 ആൻഡ് ദെൻ ഹൈ ഈസ് ഈക്വൽ ടു nums dot length -1. റൈറ്റ്. ഓക്കെ. എന്നിട്ട് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം വൈൽ ലോ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹൈ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മിഡിൽ വാല്യൂ കണ്ടുപിടിക്കാം. ലെറ്റ് മിഡ് ഇസ് ഈക്വൽ ടു ലോ പ്ലസ് നമുക്ക് മാറ്റ് ഡോട്ട് ഫ്ലോർ. ഇത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു, ഓവർഫ്ലോ വരാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ലോ പ്ലസ് ഹൈ ബൈ 2 എന്ന് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ലോ പ്ലസ് ഹൈ മൈനസ് ലോ ബൈ 2 എന്ന് എഴുതാം. ഹൈ മൈനസ് ലോ ബൈ 2 എന്ന് എഴുതാം. എന്നിട്ട് ഇത് ഇത്രയും നമുക്കൊരു ബ്രാക്കറ്റിൽ വിടാം. ഓക്കെ. അപ്പോൾ മിഡ് നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് നമുക്കിവിടെ മിനിമം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ആൻസർ വേരിയബിൾ വെക്കാം. ഓക്കെ. ആൻസർ വേരിയബിൾ ഇസ് ഈക്വൽ ടു നമുക്ക് ഇനിഷ്യലി ഫസ്റ്റ് നംസ് ഓഫ് 0 നമുക്ക് അസൈൻ ചെയ്യാം. ഫസ്റ്റ് വാല്യൂ ആയിട്ട് നമുക്ക് കൊടുക്കാം. എന്നിട്ട് മിഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആൻസർ വേരിയബിൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ആൻസർ ഇസ് ഈക്വൽ ടു മാറ്റ് ഡോട്ട് മിൻ ഓഫ് മിനിമം ആണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക എന്ന് ഉള്ള ലോജിക്ക് എഴുതാം. നംസ് ഓഫ് മിഡ് എന്ന് എഴുതാം. ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ സോർട്ടഡ് ഹാഫ് ഇനി കണ്ടുപിടിക്കണം. അപ്പോൾ അതിനെന്താ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്? നംസ് ഓഫ് ലോ ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നംസ് ഓഫ് മിഡ്. അപ്പോൾ ലെഫ്റ്റ് ഹാഫ് സോർട്ടഡ് ആണെങ്കിൽ, ഓക്കെ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ലോജിക്ക് വരുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഹാഫ് സോർട്ടഡ് ആണെങ്കിൽ നമുക്ക് ഓക്കെ. അപ്പോൾ ലെഫ്റ്റ് ഹാഫ് സോർട്ടഡ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ലോജിക് അപ്ലൈ ചെയ്യണം. ഞാൻ അതെന്താണെന്ന് പറയാം. അതായത് ഇപ്പൊ നമ്മൾ ഈ ഒരു അറേ നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹാഫ്, ഇതാണ് സെക്കൻഡ് ഹാഫ്. ഓക്കെ. അപ്പോൾ ലെഫ്റ്റ് ഹാഫ് സോർട്ടഡ് ആണെങ്കിൽ, ഒരു നോർമൽ സോർട്ടഡ് അറേ ആണെങ്കിൽ നമുക്കൊരു സോർട്ടഡ് ഹാഫ് കിട്ടി ഏറ്റവും ഫസ്റ്റ് എലിമെന്റ് നമുക്ക് റിട്ടേൺ ചെയ്യും. പക്ഷെ ഇത് സോർട്ടഡ് അറേ വിച്ച് ഇസ് റൊട്ടേറ്റഡ് ആയതുകൊണ്ട് ഒരു സോർട്ടഡ് ഹാഫ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ഹാഫിലായിരിക്കും അതിന്റെ മിനിമം വാല്യൂ ഉള്ളത്. അതാണ് നമുക്ക് ഈ സോർട്ടഡ് അറേയുടെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ഇൻറ്റ്യൂഷൻ കിട്ടുന്നത് അങ്ങനെയാണ്. അപ്പോൾ വി ഫൈൻഡ് ദ സോർട്ടഡ് ഹാഫ്, വിൽ ഫൈൻഡ് ദ മിനിമം വാല്യൂ ഇൻ ദ നെക്സ്റ്റ് ഹാഫ് ഓർ ദ ഓപ്പോസിറ്റ് ഹാഫ്. അപ്പൊ അതാണ് നമുക്ക് അറിയാവുന്ന ഒരു ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നംസ് ഓഫ് ലോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിഡ് ആണെങ്കിൽ നമുക്ക് ലോയിനെ നെക്സ്റ്റ് ഹാഫിലോട്ട് പോയിന്റ് ചെയ്യണം. അപ്പോൾ മിഡ് പ്ലസ് 1 പോയിന്റ് ചെയ്യണം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് എൽസ് ഹൈ ഈസ് ഈക്വൽ ടു മിഡ് -1 എന്ന് കൊടുക്കണം. അതായത് സോർട്ടഡ് അല്ലെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ ഹാഫിലോട്ട് അതിനെ കൊണ്ടുവരാൻ പറ്റണം. ഓക്കെ. അപ്പോൾ അതാണ് ഐഡിയ എന്ന് പറയുന്നത്. ആൻഡ് നമുക്കിവിടെ റിട്ടേൺ റിസൾട്ട് ആൻസറും കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇനിഷ്യൽ ഐഡിയ എന്ന് പറയുന്നത്. ഇത്രയാണ്. ഇനി ഇവിടെ ഒരു കേസ് ഹാൻഡിൽ ചെയ്യാനുള്ളത്, ഇഫ് നംസ് ഓഫ് ലോ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നംസ് ഓഫ് ഹൈ ആണെങ്കിൽ, ഓക്കെ, നംസ് ഓഫ് ലോ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നംസ് ഓഫ് ഹൈ ആണെങ്കിൽ നമുക്കിവിടെ ചെക്ക് ചെയ്യണം. അതായത്
അറേ സോർട്ടഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിവിടെ ചെക്ക് ചെയ്ത് വരുമ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് അങ്ങനത്തെ ഒരു ഹാഫ് കിട്ടുവാണെങ്കിൽ അത് നമുക്ക് ഡ്രൈ റൺ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമുക്ക് ലോ തന്നെ കൊടുക്കും. ഒരു സോർട്ടഡ് ഹാഫ് ഹൈ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലോ നമുക്ക് ഇതാണെങ്കിൽ ലെസർ ആണെങ്കിൽ നമുക്ക് ലോ തന്നെ അങ്ങ് റിട്ടേൺ ചെയ്യാം ഹൈനെക്കാട്ടിലും. അത് എന്തുകൊണ്ടാണ് നമുക്ക് ഡ്രൈ റൺ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നംസ് ഓഫ് ലോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നംസ് ഓഫ് ഹൈ ആണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ആൻസർ വേരിയബിൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ആൻസർ വേരിയബിൾ ഇസ് ഈക്വൽ ടു മാത്ത് ഡോട്ട് മിൻ ഓഫ് ആൻസർ കോമ നംസ് ഓഫ് ലോ എന്ന് കൊടുക്കണം. ഓക്കെ, ആൻഡ് നമുക്ക് ഇവിടുന്ന് ഈ വൈൽ ലൂപ്പ് ബ്രേക്കും ചെയ്യാം, കാരണം നമുക്ക് ആൻസർ കിട്ടി. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഡ്രൈ റൺ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം, സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ സബ്മിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ഡ്രൈ റൺ ചെയ്ത് നോക്കാം, അപ്പോൾ ഒരു ഐഡിയ കിട്ടും നമുക്ക്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എടുക്കാം, ഈ സെക്കൻഡ് എക്സാമ്പിൾ എടുക്കാം നമുക്ക്. സെക്കൻഡ് എക്സാമ്പിളിൽ ഇവിടെ പറയുന്നത് എന്താ? സെക്കൻഡ് എക്സാമ്പിളിൽ പറയുന്നത് അറേ എന്ന് പറയുന്നത് എന്താ? 4 5 6 7 0 1 2 0 1 2. അപ്പോൾ ഇതിന്റെ ഇൻഡെക്സസ് എന്ന് പറയുന്നത് 0 1 2 3 4 5 6. ഓക്കെ, ഇതാണ് ഇൻഡെക്സസ്. ഇതിന്റെ ലോ എന്ന് പറയുന്നത് ഇതും ഹൈ എന്ന് പറയുന്നത് ഇതുമാണ്. മിഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 6/2 3 ആയിരിക്കും മിഡ്. ഓക്കെ, നമ്മൾ ഇനിഷ്യലി ലോ ഹൈ മിഡ് കണ്ടുപിടിച്ച് വെച്ചു. എന്നിട്ട് നമ്മൾ ഇവിടെ എന്ത് നോക്കണം? ആൻസർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. ആൻസർ ഇസ് ഈക്വൽ ടു നംസ് ഓഫ് 0 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ആൻസർ ഇസ് ഈക്വൽ ടു നംസ് ഓഫ് 0 എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ആൻസർ ഫസ്റ്റ് എലമെന്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് 4 ആണെന്നാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ലൂപ്പിൽ ആദ്യം ഈ ഇഫ് കണ്ടീഷനിൽ കയറി, വൈലിൽ കയറിയിട്ട് ലോ ലെസ് ദാൻ ഹൈ ആയതുകൊണ്ട് കയറി, 0 ലെസ് ദാൻ 6 ആയതുകൊണ്ട് കയറി. ഇവിടെ നോക്കുമ്പോൾ നംസ് ഓഫ് ലോ എന്ന് പറയുന്നത് 4 ആണ്. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 അല്ല. അപ്പൊ ഇതിന്റെ അകത്ത് ഇനിഷ്യലി കയറൂല. അത് കഴിഞ്ഞ് നമ്മൾ മിഡ് കണ്ടുപിടിച്ചു. ഇവിടെ മിഡ് 3 വരും. ഓക്കെ, ലോ പ്ലസ് ഹൈ ബൈ 2 ചെയ്യുമ്പോൾ 3 വരും. എന്നിട്ട് ആൻസർ ഇസ് ഈക്വൽ ടു വീണ്ടും നംസ് ഓഫ് മിഡ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുമോ നോക്കണം. അപ്പൊ 4നെക്കാട്ടിൽ ലെസർ അല്ല, 7 ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇല്ല, നമ്മൾ ആൻസർ അപ്ഡേറ്റ് ചെയ്യൂല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കും നംസ് ഓഫ് ലോ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നംസ് ഓഫ് മിഡ് ആണോ നോക്കും. അതായത് എന്താ? നംസ് ഓഫ് ലോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നംസ് ഓഫ് മിഡ് ആണ് അല്ലെ? 4 ഇസ് ലെസ് ദാൻ 7 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇത് സോർട്ടഡ് ഹാഫ് ആയിട്ട് നമ്മൾ അപ്പുറത്തെ ഹാഫിലായിരിക്കും നമ്മുടെ മിനിമം എലമെന്റ് എന്ന് അതുള്ളതുകൊണ്ട് ലോ എന്ന് പറയുന്നത് നമ്മൾ മിഡ് പ്ലസ് 1 നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, ലോ അപ്പൊ ഇവിടെ വന്നു. അപ്പൊ ഈ ഹാഫ് ഇത്രയും നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്രയും ഹാഫ് നമ്മൾ ഡിസ്കാർഡ് ചെയ്തു. ഓക്കെ, ഇനി വീണ്ടും വന്നു ലോ ഇപ്പോൾ 4ലാണ്, ഹൈ 6ലാണ്. എന്നിട്ട് നമ്മൾ നോക്കുന്നത് നംസ് ഓഫ് ലോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നംസ് ഓഫ് ഹൈ ആണോ നോക്കുമ്പോൾ കേട്ടോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് ലോവും ഹൈയും. ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു കണ്ടീഷൻ. അതായത് ലോ ഹൈനെക്കാട്ടിലും ഒരു 0 എന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് നേരെ ആൻസറിനെ അപ്ഡേറ്റ് ചെയ്യാം. 4 നേരെ നമുക്ക് 0 എന്ന് അപ്ഡേറ്റ് ചെയ്യാം, ഈ ബ്രേക്ക് ചെയ്യാം, ഈ വൈൽ ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് ഇറങ്ങി നമുക്ക് ആൻസർ നേരെ റിട്ടേൺ ചെയ്യാം, 0 എന്ന് റിട്ടേൺ ചെയ്യാം. അതായത് ഇങ്ങനെ ഈ ലോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹൈ ആണെങ്കിൽ നമുക്ക് നേരെ റിട്ടേൺ ചെയ്യാം. ഈ ലോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹൈ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമുക്ക് 1 2 3 4 5 ഇങ്ങനെ ഒരു അറേ ഉണ്ടെങ്കിൽ ഇത് ലോ ഇത് ഹൈ ആണെങ്കിൽ ഇവിടെ ലോ ലെസ് ദാൻ ഹൈ ആണ് നമ്മൾ ഫസ്റ്റ് എലമെന്റ് കണ്ടുപിടിച്ചു. അതുപോലെ ഒരു സോർട്ടഡ് അറേ കിട്ടുകയാണ്. അപ്പൊ സോർട്ടഡ് അറേന്റെ അകത്ത് ലോ ഹൈയും കറക്റ്റ് സോർട്ടഡ് അറേ കിട്ടുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ലോ ഹൈയും കിട്ടുന്നത്. അപ്പൊ അതില് നമുക്ക് ലോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹൈ എന്ന് വരികയാണെങ്കിൽ ലോ റിട്ടേൺ ചെയ്താൽ മതി. സോർട്ടഡ് അറേയിലെ മിനിമം എലമെന്റ് എപ്പോഴും ഫസ്റ്റ് എലമെന്റ് ആണ്. അപ്പൊ ആ ഒരു ഐഡിയയിൽ നമുക്ക് ഇങ്ങനെ റിട്ടേൺ ചെയ്ത് നമുക്ക് ആൻസർ നേരെ എക്സിറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് അപ്പോൾ ബൈനറി സെർച്ച് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ബൈനറി സെർച്ച് അപ്രോച്ച്. സബ്മിറ്റ് ചെയ്തു. ഇനി വേറൊരു മെത്തേഡ് ഉണ്ട്, വേറൊരു രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന്റെ തോട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിനിമം ഇൻ റൊട്ടേറ്റഡ് സോർട്ടഡ് അറേ എന്ന് പറയുന്നത് നമ്മൾ മിനിമം കണ്ടുപിടിക്കുന്നതിന് പകരം ഈ റൊട്ടേറ്റഡ് സോർട്ടഡ് അറേ നോക്കുമ്പോൾ ഇതിന്റെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തായിരിക്കും? മിനിമം വാല്യൂ വിൽ ബി ദ ഫസ്റ്റ് എലിമെന്റ് ഓഫ് ദ സെക്കൻഡ് പോർഷൻ. അതായത് ഇത് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, ഇത് ഫസ്റ്റ് പോർഷനും ഇത് സെക്കൻഡ് പോർഷനും ആണ് അല്ലെ? അപ്പൊ മിനിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? മിനിമം വാല്യൂ എന്ന് പറയുന്നത് ദ ഫസ്റ്റ് എലിമെന്റ് ഓഫ് ദ സെക്കൻഡ്
പോർഷൻ ഓഫ് ദ അറേ അല്ലെങ്കിൽ സെക്കൻഡ് റൊട്ടേറ്റഡ് പോർഷൻ ഓഫ് ദ അറേ നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് മിനിമം വാല്യൂ റിട്ടേൺ ചെയ്യാം. അപ്പൊ അതാണ് നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ മിനിമം കണ്ടുപിടിക്കുന്നു എന്ന് പറയുന്നില്ല, വി ആർ ജസ്റ്റ് ഗോയിങ് ടു ഫൈൻഡ് ദ ഫസ്റ്റ് എലമെന്റ് ഓഫ് ദ സെക്കൻഡ് പോർഷൻ, സെക്കൻഡ് പാർട്ടീഷൻ ഓഫ് ദ അറേ എന്ന് പറയാം. ഈ അറേ 1 2 3 4 5 നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? 3 4 5 എന്നിട്ട് 1 2 എന്ന് വന്നു. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ സ്പ്ലിറ്റ് ആയി 3 4 5 പിന്നെ 1 2. അപ്പൊ ഇവിടെ ഈ നടുക്കാണ് നമ്മുടെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു പോർഷൻ ആണ് നമ്മുടെ ഇവിടെ നിന്നാണ് റൊട്ടേറ്റ് ആയത്. അപ്പോൾ 3 4 5 സോറി റൊട്ടേറ്റ് ആയത് ഇങ്ങനെ 3 4 5 1 2 എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സൈഡിൽ നിന്നാണ് റൊട്ടേറ്റ് ആയത് അല്ലെ. ഈ 1 ഉം 2 ഉം ഇപ്പുറത്ത് വന്നു, അല്ലെങ്കിൽ 3 4 5 ഇപ്പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഇതാണ് നമ്മുടെ പിവറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു പോർഷന്റെ സെക്കൻഡ് അറേയിലെ ഏറ്റവും ഫസ്റ്റ് എലമെന്റ് നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് മിനിമം വാല്യൂ കിട്ടും. അത് ഈ റൊട്ടേറ്റഡ് സോർട്ടഡ് അറേയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ ഈ ക്വസ്റ്റ്യനെ സോൾവ് ചെയ്യാം. നമുക്ക് അതിന്റെ കോഡൊന്ന് കാണാം, എന്നിട്ട് നമുക്ക് അത് നോക്കാം എന്താണ്. അതിനും നമുക്ക് ലോ വേണം, that low is equal to 0 and high is equal to nums dot length minus 1. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും while low is less than high നമ്മൾ let mid is equal to low plus mat dot floor high minus low by 2. ഓക്കെ, ഇപ്പൊ മിഡ് ഇത്രയും കിട്ടി. ഇനി നമുക്കിനി ഇത് എങ്ങനെയാണ് ഒരു നെക്സ്റ്റ് ഹാഫ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് പോർഷൻ ആണെന്ന് അറിയാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഐഡിയ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെക്ക് ചെയ്യും ഇഫ് നംസ് ഓഫ് മിഡ് ഇറ്റ് ഈസ് ലെസ് ദാൻ നംസ് ഓഫ് ഹൈ. ഓക്കെ, നംസ് ഓഫ് മിഡ് ലെസ് ദാൻ നംസ് ഓഫ് ഹൈ ആണെങ്കിൽ, അതായത് ഇത് ഏത് പോർഷനിലാണ് കിടക്കുന്നതെന്ന് അറിയാനും വേണ്ടിയാണ്, നമ്മളിപ്പോൾ ഏത് പോർഷനിലാണെന്നുള്ളതാണ്. അപ്പൊ മിഡ് എലമെന്റ് ഹൈനെക്കാട്ടിൽ ലെസ്സർ ആണെങ്കിൽ, അല്ല ഗ്രേറ്റർ ആണെങ്കിൽ, സോറി നംസ് ഓഫ് മിഡ് ഗ്രേറ്റർ ആണെങ്കിൽ, ഓക്കെ നംസ് ഓഫ് മിഡ് ഗ്രേറ്റർ ആണ്, അപ്പൊ മിഡ് ഒരു ഗ്രേറ്റർ വാല്യൂ ആണ്. അപ്പൊ നമുക്ക് മിഡ് കൺസിഡർ ചെയ്യാൻ പറ്റൂല, നമ്മൾ അതിന്റെ അപ്പുറത്തുള്ള വാല്യൂസ് ആയിരിക്കും നോക്കുന്നത്. മിഡ് പ്ലസ് 1 ലോ ഈസ് ഈക്വൽ ടു മിഡ് പ്ലസ് 1 എന്ന് എഴുതി, അല്ലെങ്കിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം, ഹൈ ഈസ് ഈക്വൽ ടു മിഡ് എന്ന് എഴുതി. അതായത് നംസ് ഓഫ് മിഡ് കണ്ടോ ഇവിടെ 5 ആണ്, അപ്പോൾ 5 ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ, ഓക്കെ 5 ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ എന്താണ് ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് പോർഷൻ ഓഫ് ദ അറേയിലാണ്. അപ്പൊ നമുക്ക് എങ്ങനെയായാലും നമുക്ക് സെക്കൻഡ് പോർഷനിലെ ഫസ്റ്റ് എലമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതെന്തായാലും ഫസ്റ്റ് പോർഷൻ ഓഫ് അറേ ആണെന്ന് മനസ്സിലായി. നമുക്ക് സെക്കൻഡ് പോർഷൻ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ ഇപ്പൊ സെക്കൻഡ് പോർഷൻ ഇവിടെ വന്നേ ഉള്ളൂ, സെക്കൻഡ് പോർഷൻ കറക്റ്റ് എവിടെയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് മിഡ് എങ്ങനെ പോയാലും ഹൈനെക്കാട്ടും ഗ്രേറ്റർ ആയതുകൊണ്ട് അതിന്റെ നെക്സ്റ്റ് വാല്യൂലോട്ട് നമ്മൾ ലോയിനെ അപ്ഡേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ വീണ്ടും ബൈനറി സെർച്ച് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ചെയ്ത് ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ ആൻസർ കിട്ടുന്നതിൽ നമ്മൾ ലോ പോയിന്റർ എവിടെയാണോ അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത്. സോറി, റണ്ണിങ് സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഐഡിയ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു മിഡ് ഗ്രേറ്റർ ദാൻ ഹൈ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ മിഡ് ഗ്രേറ്റർ ദാൻ ഹൈ ആണെന്ന് പറയുമ്പോഴത്തേക്ക് മിഡിനെ കാട്ടിലും ഗ്രേറ്റർ ആയിട്ടുള്ള എലമെന്റ്സ് ആയിരിക്കും ഇതിന്റെ, അല്ലെങ്കിൽ ഹൈനെ കാട്ടിലും ഗ്രേറ്റർ ആയിട്ടുള്ള എലമെന്റ്സ് ആയിരിക്കും മിഡിന്റെ ലെഫ്റ്റിലോട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഈ സെർച്ച് സ്പേസിൽ മിനിമം വാല്യൂസ് നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് എങ്ങനെ പോയാലും ഏറ്റവും ലോവർ വാല്യൂ ആണ് വേണ്ടത്. മിഡ് ഗ്രേറ്റർ ദാൻ ഹൈ എന്ന് പറയുമ്പോൾ മിഡിനെ കാട്ടിലും ഹൈനെ കാട്ടിലും കൂടിയ എലമെന്റ്സ് ആയിരിക്കും എന്തായാലും മിഡിനെ കാട്ടിലും ലെഫ്റ്റിലോട്ടുള്ള എലമെന്റ്സ്. ഓക്കെ, ഇത് സോർട്ടഡ് അറേ ആണെങ്കിൽ റൊട്ടേറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഡിസ്ക്രിപ്പൻസി വരുന്നത്, മിഡ് ഗ്രേറ്റർ ദാൻ ഹൈ വരുന്നത്. അപ്പൊ മിഡ് ഗ്രേറ്റർ ദാൻ ഹൈ കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ അതിന്റെ ലെഫ്റ്റിലോട്ടുള്ള വാല്യൂസ് നോക്കിയിട്ട് കാര്യമില്ല. അതാണ് ഐഡിയ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, റൈറ്റിലോട്ട് നോക്കാൻ തുടങ്ങും. അപ്പൊ ലോയിനെ എടുത്തിട്ട് നമ്മൾ മിഡ് പ്ലസ് 1 വെക്കുന്നു. പക്ഷെ അതേസമയം മിഡ് ലെസർ ദാൻ ഹൈ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ, മിഡ് ലെസർ ദാൻ ഹൈ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഹൈ ആണ് ഗ്രേറ്റർ വാല്യൂ, നമുക്ക് മിനിമം വാല്യൂ വേണമെന്നുള്ളതുകൊണ്ട്
നമുക്ക് -1 വെക്കാൻ പറ്റില്ല, നമ്മൾ ഹൈ ഈസ് ഈക്വൽ ടു മിഡ് തന്നെ വെക്കും. കാരണം ചിലപ്പോൾ മിഡ് ആയിരിക്കും ഏറ്റവും മിനിമം വാല്യൂ, അത് നമുക്ക് അറിയില്ല. അപ്പം നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ലോ എവിടെ നിൽക്കുന്നോ അതായിരിക്കും ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇത് റെഡ്യൂസ് ചെയ്ത് വരുമ്പോൾ ഏറ്റവും ലെഫ്റ്റിലോട്ട് നമ്മൾ പുഷ് ചെയ്ത് വരാണ്, മിന്നിന്റെ ഏറ്റവും ഫസ്റ്റ് വാല്യൂയിലോട്ട് പുഷ് ചെയ്ത് വരാണ്. അപ്പോൾ ആ പുഷ് ചെയ്ത് വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ലോ ആയിരിക്കും. അപ്പൊ നമുക്ക് നേരെ നംസ് ഓഫ് ലോ എന്ന് റിട്ടേൺ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഐഡിയ എന്ന് പറയുന്നത്. ഇത് ലോവർ ബൗണ്ട് ടെക്നിക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഇൻറ്റ്യൂഷൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഇൻ എ റൊട്ടേറ്റഡ് സോർട്ടഡ് അറേ ദ മിനിമം എലമെന്റ് ഇസ് ദ ഫസ്റ്റ് എലമെന്റ് ഓഫ് ദ റൊട്ടേറ്റഡ് പോർഷൻ. ഇതാണ് നമ്മൾ പറഞ്ഞത്. റൊട്ടേറ്റഡ് സോർട്ടഡ് അറേയുടെ ഒരു പ്രോപ്പർട്ടി ആണ് മിനിമം എലമെന്റ് എന്ന് പറയുന്നത് റൊട്ടേറ്റഡ് പോർഷന്റെ ഏറ്റവും ഫസ്റ്റ് എലമെന്റ് ആണ്. ഓക്കെ, യൂസിങ് ബൈനറി സെർച്ച് വി കമ്പയർ ദ മിഡിൽ വാല്യൂസ് ടു ഫൈൻഡ് വിത്ത് ദ റൈറ്റ് മോസ്റ്റ് വാല്യൂ. അപ്പൊ മിഡ് വാല്യൂ നമ്മൾ ഏറ്റവും റൈറ്റ് മോസ്റ്റ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുന്നു. ഇവിടെ ഇവരിപ്പോ കണ്ടീഷൻ നമ്മൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ മിഡ് ഇവിടെ ലെസ് ദാൻ റൈറ്റ് ആണ്, നമ്മൾ ഹൈ ഈക്വൽ ടു മിഡ് വെച്ചു. അതായത് ഇവിടെ ഇവർ മിഡ് ലെസ് ദാൻ ഹൈ ആണെങ്കിൽ ഇതിനെ ആദ്യം വെച്ചു, നമ്മൾ തിരിച്ചു വെച്ചു, അത്രേ ഉള്ളൂ. അത് എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. പക്ഷെ കോഡ് ഇത് തന്നെയാണ്. നമ്മൾ അങ്ങനെ റെഡ്യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫൈനലി ലോ പോയിന്റർ നിൽക്കുന്നത് ഏറ്റവും മിനിമം വാല്യൂവിലായിരിക്കും. ഓക്കെ, അപ്പം നംസ് ഓഫ് ലോ നമുക്ക് റിട്ടേൺ ചെയ്യും. സോ അതാണ് ഈ ഫൈൻ മിനിമം ഇൻ റൊട്ടേറ്റഡ് സോർട്ടഡ് അറേയുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. സോ താങ്ക് യു.